ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജീവിതം സാക്ഷി എന്ന ഈ പരിപാടി കൈരളി ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ചേർന്ന് നടത്തുന്ന ഒരു ലോക അദാലത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്. ഈ അദാലത്തിൽ എത്തിച്ചേരുന്ന തീർപ്പുകൾ കോടതി വിധി പോലെ തന്നെ നിയമസാധുതയും ഇരു കക്ഷികൾക്കും ഒരേപോലെ ബാധകവുമാണ്. ഇതിനായി കെൽസയുടെ ഒരു പാനൽ തന്നെ ഇവിടെയുണ്ട്. പാനൽ അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ശ്രീമതി ആർ സുപ്രഭ, റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ്, കേരള ജുഡീഷ്യറി. അഡ്വക്കേറ്റ് സുരേഷ് BS, ഹൈക്കോടതി അഭിഭാഷകൻ. ശ്രീ VNP കൈമൾ, സാമൂഹ്യ പ്രവർത്തകൻ. ഒരു ചെറിയ തിരയിളക്കത്തിൽ പോലും ആടിയുലയുന്നതാണ് ജീവിതം. അശ്രദ്ധമായ ഒരു ഇളം കാറ്റിന് പോലും അതിൻ്റെ താളം തെറ്റിക്കാനാകും. താളഭംഗങ്ങളെ തിരിച്ചറിഞ്ഞ് തിരുത്തുകയാണ് ജീവിതം സാക്ഷിയിലൂടെ. ഒരേ വീട്ടിൽ താമസിക്കുമ്പോഴും അന്യരെ പോലെ കഴിയേണ്ടി വരുന്ന രണ്ട് ദമ്പതിമാർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജുഗ്നുവിൻ്റെയും ബേബിയുടെയും കഥയാണ്. ജീവിതം സാക്ഷിയിലേക്ക്. കേൾക്കാം. കൊല്ലത്ത് നിന്നും ജുഗുനെ നമുക്ക് വിളിക്കാം. സ്വാഗതം ചെയ്യാം. ജുഗുനു അല്ലേ? മിന്നാമിനിങ്ങി അതല്ലേ? ആദ്യമായിട്ട് എങ്ങനെ ഒരു പേര് കേൾക്കുന്നത്? നല്ല പേര്. എവിടെന്നാ വരുന്നേ? ഞാൻ കൊല്ലത്തുനിന്നാണ്. കൊല്ലത്തുനിന്നല്ലേ? ആ, കൊല്ലത്ത് എവിടെയാ? തങ്കശ്ശേരി. തങ്കശ്ശേരി. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ഹസ്ബൻഡുണ്ട്, ആ, മോനുണ്ട്, മോളുണ്ട്. മോന് എത്ര വയസ്സായി? മോൻ +1 പഠിക്കുന്നു. ഓ, കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ എൻ്റെ അപ്പൻ മരിച്ചുപോയി, അമ്മയുണ്ട്. ഞങ്ങൾ 10 പെണ്ണുങ്ങളാ, 2 ആണാ. ഞങ്ങൾ 12 പേരുണ്ട്. 12, ഒരു ഡസൻ. എത്രാമത്തെ മകളാ? ഞാൻ 11ാമത്തേതാ. 11ാമത്തെ. ആ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 19 വർഷം. 19. ഭർത്താവ് എന്ത് ചെയ്യുന്നു? വീട്ടിലാണ്, ജോലിക്കൊന്നും പോകുന്നില്ല. ഓ, ഭർത്താവിന് എത്ര വയസ്സുണ്ട്? 48. 48 വയസ്സിലൊന്നും ചെയ്യാതിരിക്കുകയാണ്. ആ, വീട്ടിൽ എന്താ വീട്ടുകാർ അറേഞ്ച് ചെയ്ത മാരേജ് ആണോ ലവ് മാരേജ് ആണോ? വീട്ടുകാരെ അറേഞ്ച് ചെയ്തത്. അറേഞ്ച് ചെയ്തല്ലേ? ആ, ഇപ്പോൾ നല്ല സ്നേഹത്തിലാണോ നിങ്ങൾ? ആദ്യം മുതലേ സ്നേഹത്തിലല്ല. അല്ല. സ്നേഹിക്കില്ലേ? അല്ല. അതെന്താ? കാണാൻ നല്ല സുന്ദരിയാണല്ലോ, പിന്നെന്താ? എന്താ കാര്യം? എനിക്കറിയില്ല. അറിയില്ലേ? കല്യാണം കഴിഞ്ഞത് ആദ്യത്തെ ദിവസം മുതൽ അങ്ങനെയാണോ? അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ നല്ല സ്നേഹമായിരുന്നു അല്ലേ? അല്ല, ആദ്യത്തെ ദിവസം മുതൽ. ആദ്യത്തെ ദിവസം ഒന്നും പറഞ്ഞില്ല. പിന്നെ മുതൽ എന്നോട് മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. ഒന്നും മിണ്ടിയിട്ടില്ലേ? മിണ്ടത്തില്ല. അങ്ങനെ 1 മാസമൊക്കെ ആയപ്പോൾ ഞാൻ എന്നോട് മാത്രം മിണ്ടത്തില്ല. അവരുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു, അവരുടെ 3 മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ വളരെ സ്നേഹത്തോടെയും അവരുടെ കുഞ്ഞുങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. മക്കള്? അച്ഛൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിലായിരുന്നു. അവരോടൊക്കെ അവരോട് നന്നായിട്ട് സഹകരിക്കും, സ്നേഹിക്കും. അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നന്നായി കളിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്നോടൊന്നും മിണ്ടത്തില്ല. അതെന്താ? ഇഷ്ടപ്പെടാതെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണോ? അല്ല. അങ്ങേർക്ക് വേറെ വല്ലതും ഉണ്ടായിരുന്നു? അതെനിക്കറിയില്ല. അതെന്താ ഇത്രയും 17 കൊല്ലങ്ങളായിട്ട് അറിയാതിരിക്കും? ഞാൻ അന്വേഷിച്ചു, അങ്ങനെയൊന്നും ഇല്ല എന്നാ കേട്ടത്. പിന്നെ എന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കാരണം? അതും അറിയില്ല. ആദ്യത്തെ ദിവസം എങ്ങനെ പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? മിണ്ടില്ലായിരുന്നു? വലുതായിട്ട് മിണ്ടത്തില്ലായിരുന്നു. എനിക്കറിയില്ല. പിന്നെ ആദ്യത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത്. സംസാരിച്ചിട്ടില്ലേ? ഒന്നും സംസാരിക്കില്ലേ? ഒന്നും സംസാരിച്ചില്ല. അല്ല, ഒരു ഭാര്യയുമായിട്ട് ഇടപെടുന്ന പോലെ അങ്ങനെയൊന്നും ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എത്ര കാലം വരയ്ക്കും അങ്ങനെ? അല്ല, അങ്ങനെ പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു താഴെ കിടന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ അങ്ങനെ അതുവരെയും തൊട്ടിട്ടൊന്നുമില്ല? ഇല്ല. അപ്പോൾ ഞാൻ സൈലൻ്റായി അങ്ങനെ ഇതെല്ലാം സഹിച്ചു. പിന്നെ എല്ലാ ദിവസവും ഞാൻ താഴെയാണ് കിടക്കുന്നത്. അത് പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? അതാ എനിക്ക് അറിഞ്ഞൂടാത്തത്. പിന്നെ ഞാൻ ബന്ധുക്കളോടൊന്നും പറഞ്ഞില്ലേ ഇങ്ങനെ കാര്യമൊന്നും? ഇല്ല, ഞാൻ പിന്നെ സൂസൈഡ് ഒന്നും ഞാനിങ്ങനെ പറഞ്ഞില്ല. എനിക്കങ്ങനെ ഷെയിമായിരുന്നു. ഇപ്പം ഞാനിങ്ങനെയാ ചെയ്യുന്നതെന്ന് എനിക്ക് ഷെയിമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ജീവിതം വേണ്ട എന്ന് വിചാരിച്ച് സൂസൈഡ് ചെയ്യാൻ പോയി. അല്ല, നിങ്ങൾ വലിയ കുടുംബമല്ലേ, കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലേ, അവരോട് പോലും ഒന്നും മിണ്ടി പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. ശരി. അങ്ങനെ പറയാനുള്ള ഒരു മനസ്സുണ്ടായില്ല. ഉണ്ടായില്ല. ഓക്കെ. ഒരു തൻ്റെ ഇടവും ഇല്ലായിരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു അന്ന് കല്യാണം കഴിയുമ്പോൾ? 21 വയസ്സ്. പിന്നെ എന്താ സംഭവിച്ചത്?
പിന്നെ പ്രശ്നങ്ങൾ പുറത്തറിയാൻ തുടങ്ങി. എങ്ങനെ അറിയാൻ തുടങ്ങി? ഞാൻ സൂസൈഡ് ചെയ്യാൻ പോയി. ഇങ്ങനെയാണല്ലോ ജീവിതം എന്ന് വിചാരിച്ചു. ഫെയിലായി പോയി. താഴെ കിടക്കാൻ പറഞ്ഞോണ്ടേ സൂസൈഡ് ചെയ്യാൻ പോവോ? അല്ല, എന്നോട് മിണ്ടത്തില്ല. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പോഴ് എന്നോട് മാത്രം മിണ്ടാതിരിക്കും. അങ്ങനെയൊക്കെ ആയപ്പോൾ എങ്ങനെയാ സൂസൈഡ് ചെയ്യാൻ പോയത്? എങ്ങനെ? ഇവരുടെ ചേച്ചിയുടെ വീട്ടിൻ്റെ അടുത്ത് വല്യതുറയായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ആ ബ്രിഡ്ജിൽ നിന്ന് ചാടാന്ന് വിചാരിച്ചു. ഓ, പാലത്തിൽ നിന്ന് താഴെ ചാടാന്ന് വിചാരിച്ചു. അവൾ പാലം വരയ്ക്കും പോയോ? പോയി. കടലിലേക്കാണോ? അല്ല, ചർച്ചിൽ പോണോന്ന് പറഞ്ഞ് പുള്ളിയും കൊണ്ട് പോയതാ. അപ്പൊ എന്നോട് മിണ്ടത്തില്ല. അപ്പൊ അതിനൊക്കെ കൂടെ വരുമായിരുന്നല്ലോ. അപ്പൊ കൂടെ വരുന്ന ഒരാൾ മിണ്ടത്തില്ല. അപ്പൊ ഞാൻ ഒരു ചർച്ച് കഴിഞ്ഞ് പ്രെയർ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു എന്നോട് എന്താ മിണ്ടാത്തതെന്ന്. അത് അറിയില്ല എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെ പറയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും മിണ്ടുന്നില്ലല്ലോ, അറിയുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ ഇനി ജീവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ചാടാൻ പോയത്. ഇല്ല, ഞാൻ ഓടുന്ന കണ്ടപ്പോഴും ഞാൻ ചർച്ചിൽ നിന്നും ബ്രിഡ്ജിനും ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഓടുന്ന കണ്ടപ്പോഴും പുള്ളി എൻ്റെ പുറകെ ഓടി. എൻ്റെ ഷോള് വലിച്ചു. അപ്പോഴത്തേക്കും ഷോള് പുള്ളിയുടെ കയ്യിൽ കിട്ടിയായിരുന്നു. ഞാൻ ഷോളൊന്നും കയറിയതില്ല. പുള്ളി ഷോളും കൊണ്ട് പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ചീട്ട് കളിച്ചവർക്ക് മനസ്സിലായി ഇത് ചാടാനാണ്. അവർ വന്ന് തടഞ്ഞതാണ്. പിന്നെ അവർ ഇവരുടെ വീട്ടിലറിയിച്ചു, ഞങ്ങളുടെ വീട്ടിലറിയിച്ചു. അങ്ങനെ രണ്ടുപേരും ഇവരുടെ കൂട്ടരും ചോദിച്ചു. രണ്ടു കൂട്ടരും ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നോടൊന്നും മിണ്ടാറില്ല, എന്നെ എപ്പോഴും ഞാൻ താഴെയാ, അതുപോലെ ഫുൾ സ്പീഡിന് ഫാൻ കറങ്ങുന്ന കാരണം എനിക്ക് തണുപ്പ് വെറും തറയാ, ഞാൻ കട്ടിലിൻ്റെ അടിയിലാണ് കിടക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്താന്ന് പുള്ളിയോട് ചോദിച്ചു, എന്താ അങ്ങനെ കുഞ്ഞിനെ അങ്ങനെ കിടത്തുന്നത് എന്താന്ന്. അപ്പോൾ ഒറ്റ വാക്ക് അവർ 3 മണിക്കൂർ നിന്ന് ചോദിച്ചു എന്താ വിഷയമെന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് അവളോട് ചോദിക്കാന്ന്, എന്നോട് ചോദിക്കാൻ, എനിക്കെന്താണെന്ന് അറിയില്ല. ഇത് പുള്ളി എന്താ എന്നോട് മിണ്ടാത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചാലും മിണ്ടുന്നില്ല. പിന്നെ ഞാൻ എന്ത് പറയാനാ? പിന്നെ എങ്ങനെ എന്തിനാ ജീവിക്കുന്നതെന്ന് ഓർത്തിട്ട് പോയാ. അങ്ങനെ വീട്ടുകാരൊക്കെ ഇടപെട്ടപ്പോൾ പുള്ളിയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? പുള്ളി പറയുന്നു എനിക്കറിയാം, ആ വിഷയം എനിക്കറിയാമെന്ന്. ഏത് വിഷയമാണ്? അതാ എനിക്കറിയാത്തത്. ഏത് വിഷയമെന്ന് ചോദിച്ചിട്ട് പുള്ളി ഏത് വിഷയമെന്ന് പറയുന്നില്ല. അത് എനിക്കറിയാമെന്നാണ് പറയുന്നത്. ഇത്രയും പാവമായി പോയില്ല. എങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്നേ? സ്വന്തം വീട്ടുകാരോട് പോലും ഈ കാര്യം ഒന്ന് പറയാൻ എന്ത്? ഇങ്ങനെ ഭർത്താവ് എൻ്റെ അടുത്ത് ഒരു ഡിസിൻട്രസ്റ്റഡ് പെരുമാറുന്നത്, നിങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇപ്പോഴാണ് ഞാൻ അങ്ങനത്തെ ചിന്തിക്കുന്നത്, അങ്ങനെ പറയണമായിരുന്നു. അന്ന് എങ്ങനെയാ സ്വന്തം വീട്ടുകാരുടെ അടുത്തോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്തോ, നമ്മൾ പള്ളിയിൽ പോകുന്നവരാണല്ലോ, പള്ളിയിൽ അധികാരികളുണ്ടല്ലോ, ആരോടെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് വീട്ടിലുള്ളവരോട്, കുടുംബാംഗങ്ങളോട്, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ആരോടേലും ഒന്ന് സംസാരിക്കാൻ എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ ഓടിപ്പോയി ചാവാൻ തുടങ്ങുകയാണോ വേണ്ടുന്നത്? രാത്രി ആയപ്പോഴത്തേക്കും അവരുടെ വീട്ടിലല്ല, അവരുടെ അച്ഛൻ്റെ പെങ്ങൾ പറഞ്ഞു പോയി കിടക്കുക, ഇനി താഴെ കിടക്കരുത്, താഴെ കിടക്കുന്നത് നന്നാ അറിയുന്നത്, താഴെ കിടക്കരുത്, കട്ടിൽ വേണം കിടക്കാനെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ പോയി കിടന്നു. ഞാൻ പോയി കിടന്നപ്പോൾ പുള്ളി ഭയങ്കര കരച്ചില്ല. അച്ഛൻ ഭയങ്കര കരച്ചില്ല, എന്തിനാണെന്ന് അറിയില്ല. അപ്പം ഞാൻ കട്ടിലിൻ്റെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അച്ഛാ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ വേറൊരു ഇളയ ചേച്ചിയുടെ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. എന്നോട് പറഞ്ഞു നീ അവൻ്റെ കൂടെയല്ലേ കേട്ടോ, അവൻ്റെ കൂടെയല്ലേ ചോദിക്കും. അപ്പോൾ വന്ന് 1 മാസത്തിനകം നടക്കുന്ന കഥയാണത്. എനിക്ക് ആ പയ്യനെ ശരിക്കും പോലെ അറിയില്ല. ചേച്ചിയുടെ മകൻ്റെ കൂടെയാ? ആ മോന് എത്ര വയസ്സുണ്ട്? അവൻ അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. അയ്യോ. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? ഇതിനിടയ്ക്ക് എന്താ ചെയ്യുമെന്നറിയാമോ? ഒരു കല്യാണം കഴിഞ്ഞ് 1 ആഴ്ചയായപ്പോഴത്തേക്കും കൊല്ലത്ത്, ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നു കല്യാണം കഴിച്ചു വന്നത്. കൊല്ലത്ത് പോകും, ജോലിക്കാണെന്ന് പറഞ്ഞു പോകും. രാവിലെ 6:30-7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാ. 10 മണിയാകുമ്പോൾ തിരിച്ച് വീടെത്തും. ഞാൻ ചോദിക്കും പോയില്ലേ? അപ്പോൾ പറയും പോയി. എന്നിട്ട് വേഗം വന്ന് നോക്കുന്നത് എന്താണെന്നറിയാമോ? ആദ്യം കട്ടിലിൻ്റെ അടിയിൽ നോക്കും, പിന്നെ കതവിൻ്റെ ഇടയ്ക്കൊക്കെ നോക്കും. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന്. സംശയരോഗം. എന്തോ ഒരു മാനസിക രോഗിയാ അങ്ങേര്. സംശയരോഗമുണ്ട്. അപ്പം ഞാൻ ഓർത്തു അങ്ങനെ നോക്കുന്നെങ്കിൽ നോക്കിക്കോട്ടെ, നമ്മൾ പെർഫെക്റ്റ് ആകുമ്പോൾ അവർ അത് ആ മൈൻഡ് അങ്ങ് മാറ്റുമല്ലോ എന്ന്. കുറേ കാലം അങ്ങനെ സഹിച്ചു, ആരോടും പറഞ്ഞില്ല ഇങ്ങനെയൊക്കെയാണെന്ന്. ഒരിക്കൽ പോലും ചോദിച്ചില്ല എന്തിനാ വന്നിങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ലേ? ഞാൻ അങ്ങനെ ചോദിച്ചില്ല. അതിന് ആദ്യമേ ചോദിക്കണ്ടേ എന്തിനാ അങ്ങനെ വരുന്നത്? ശരി, എന്തിനാ അവിടെ നോക്കുന്ന, കട്ടിലടിയിൽ നോക്കുന്ന, അവിടെ നോക്കുന്നത് എന്താ എന്ന് ചോദിക്കണ്ടേ? അങ്ങനെ അങ്ങേൻ്റെ ബന്ധുക്കളോട് പറഞ്ഞോ ഇങ്ങനെ അവർ വന്നിങ്ങനെ എത്തിയൊക്കെ നോക്കുന്നുണ്ട്, കട്ടിലടിയിൽ നോക്കുന്നുണ്ടെന്ന്?
അല്ല പിന്നെ ഈ ആ ബിജു എന്ന് പറയുന്ന ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ കഥവ് തുറന്നിട്ട് എല്ലാവരോടും പറഞ്ഞു വിഷയം ഇതാ 10ാം ആ ബിജുവിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന്. അപ്പോൾ ചേച്ചിമാരൊക്കെ അച്ഛനെതിരായി. എന്നിലൊരു തെറ്റുമില്ലെന്നവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാരെ അറിയിച്ചു. അപ്പോൾ അവരുടെ അപ്പനെ അറിയിച്ചു, കൊല്ലത്ത് അച്ഛൻ്റെ അപ്പനെ അറിയിച്ചു. അപ്പോൾ അപ്പൻ പിറ്റേന്ന് രാവിലെ വന്നു, നേരെ വീട്ടിൽ വന്ന് കയറിയിട്ട് അച്ഛനെ അടിച്ചു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നല്ലൊരു കൊച്ചിനെ നിനക്ക് ഞങ്ങൾ തന്നിട്ട് ഇത് കിട്ടാതെ ഇങ്ങനത്തെ ഒരു കൊച്ചിനെ നിനക്ക് യോഗ്യതയില്ല എങ്കിലും നിനക്ക് ഞങ്ങളിങ്ങനെ കല്യാണം കഴിപ്പിച്ച് തന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു. ആ അവരുടെ പപ്പ അടിച്ചത് തന്നെ എന്നെ ശരിക്കും അവിടെ ഇട്ട് അവരുടെ മുമ്പിലിട്ട് അടിച്ചു. പിന്നെ ഭർത്താവിൻ്റെ അച്ഛൻ വേറെ എന്താ പറഞ്ഞ അയാളോട്? അങ്ങനെ പറഞ്ഞു. അടിച്ചപ്പോഴത്തേക്കും അവരുടെ മുമ്പിൽ തന്നെ എന്നെ അടിച്ചിട്ട് പുള്ളി ഡ്രോ തുറന്ന് കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, ഡൗറി അടിച്ചോ? അവരുടെ മുമ്പിൽ അടിക്കുക മാത്രമല്ല ചവിട്ടി തള്ളി മുടിയൊക്കെ വലിച്ചു ചുറ്റുകയായിരുന്നു. അവരാരും പിടിച്ചിട്ടൊന്നും നിന്നില്ല. ഇപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് തെറി പറയും. ഇപ്പൊ നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ഞങ്ങൾ കൊല്ലത്ത്. കൊല്ലത്ത്. ഭർത്താവോ? എൻ്റെ വീട്ടില്. ഞങ്ങൾ ഒരുമിച്ചാ. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം നിങ്ങൾ ഒന്നിച്ച് താമസിക്കുക? ഇപ്പോഴും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇപ്പോഴും മിണ്ടാറില്ലേ? മിണ്ടാറില്ല.